ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിച്ച് ഇൻപുട്ട് ടാക്സിന്റെ ഒക്കെ പേയ്മെന്റ് നടത്തിയാലേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് GST പ്രകാരം അവൈലബിൾ ആകുകയുള്ളൂ, കിട്ടുകയുള്ളൂ. ഇനി ഇതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. എവരി രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സണ് ഇത് ക്ലെയിം ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിലും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റു കുറെ ക്രൈറ്റീരിയയും കൂടെ പറയുന്നുണ്ട്. That is conditions to get entitlement of input tax under GST. That is given in section 16 subsection 2. The conditions for entitlement ആണ്. ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനുള്ള എലിജിബിലിറ്റി സെക്ഷൻ 16 സബ്സെക്ഷൻ 1 പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സെക്ഷൻ 16 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് പ്രകാരം എലിജിബിൾ ഉള്ള ആളുകൾക്ക്, ടാക്സബിൾ പേഴ്സൺസിന് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ കുറെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിരിക്കണം. സോ സച്ച് കണ്ടീഷൻസ് ആർ ഗിവൺ അണ്ടർ സെക്ഷൻ 16 സബ്സെക്ഷൻ 2. To get the benefits of ITC, input tax credit, the following conditions must be satisfied. താഴെ പറയുന്ന കുറെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാനുള്ള അർഹത ഉണ്ടാകുന്നുള്ളൂ. അത് ആദ്യത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. He must be registered as a taxable person under GST. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാൻ അർഹത ഉണ്ടാകണമെങ്കിൽ he must be registered as a taxable person under GST. GST നിയമപ്രകാരം ഒരു ടാക്സബിൾ പേഴ്സൺ ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നവർക്ക് മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉള്ളൂ. He must be a registered taxable person under GST. രണ്ടാമത്, goods and services on which he want to claim input tax credit should have been used only for business purpose. അപ്പം ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സർവീസുകളുടെയും മേൽ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? He must be a registered taxable person. Registered taxable person ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വാങ്ങുന്ന സാധനങ്ങളുടെ മേൽ മാത്രം അയാൾക്ക് ക്ലെയിം ചെയ്യാം. Then the third condition, ITC can be claimed on taxable and zero rated supplies. ടാക്സബിൾ സപ്ലൈയുടെ മേലും സീറോ റേറ്റഡ് സപ്ലൈയുടെ മേലും എക്സ്പോർട്ട്സ് ഓഫ് ഗുഡ്സ്, എക്സ്പോർട്ട് ചെയ്യാൻ സാധനങ്ങൾ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വാങ്ങിയ സമയത്ത് പേ ചെയ്തിരിക്കുന്ന പർച്ചേസ് ടാക്സ് അത് എക്സ്പോർട്ടിന് ശേഷം ക്ലെയിം ചെയ്യാം. Input tax credit can be claimed on taxable and zero rated supplies, that is on exports. Then in case of if the constitution of a registered taxable person, if the constitution of a registered taxable person changes due to sale, merger or transfer of business, then unused ITC shall be transferred to the sold, merged or transferred business. ഇപ്പം വിൽപ്പന മൂലമോ അല്ലെങ്കിൽ മെർജർ മൂലമോ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മൂലമോ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺസിന്റെ സ്ട്രക്ചർ ഓഫ് ഓണർഷിപ്പ്, ആ ഓണർഷിപ്പ് സ്ട്രക്ചറിൽ മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഈ വിൽപ്പനയോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ നടക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്? ദി അൺയൂസ്ഡ് ITC shall be transferred to the sold, merged or transferred business. അപ്പോൾ അത് ട്രാൻസ്ഫേർഡ് ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അത് കൈമാറ്റം ചെയ്യാം, അത് ലാപ്സായി പോകില്ല. Then fifth point, he can credit ITC in his electronic credit ledger. ITC will be always credited only on the electronic credit ledger on the common portal in a provisional manner as prescribed in the model GST law. മോഡൽ GST ലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഒരു പ്രൊവിഷണൽ മാനറിൽ വേണമെങ്കിലും ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. Then to claim ITC സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, അപ്പൊ എന്താ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ലൈക്ക് ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്, സപ്ലിമെന്ററി ഇൻവോയ്സ് എക്സെട്ര ആർ നീഡഡ്. ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എല്ലാം ആവശ്യമാണ്.
ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് വേണ്ടിയുള്ള ക്ലെയിം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ക്ലെയിം അപ്ലോഡ് ചെയ്യുന്നതോടുകൂടി എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും ലൈക്ക് ഇൻപുട്ട് ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്, സപ്ലിമെന്ററി ഇൻവോയ്സ് എക്സെട്ര ആർ ടു ബി അപ്ലോഡഡ്. അതും കൂടി അറ്റാച്ച് ചെയ്ത് വേണം. ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടെങ്കിലേ ഇത് കിട്ടുകയുള്ളൂ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് എന്താ അവൈൽ ആകാൻ സാധിക്കുകയുള്ളൂ. Then he can claim ITC if he has actually received some goods and services. Actually receive some goods and services. യഥാർത്ഥത്തിൽ ഗുഡ്സും സർവീസും റിസീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിസീവ് ചെയ്തപ്പോൾ അതിന്മേൽ പർച്ചേസ് ടാക്സ് പേ ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. To claim ITC, the input tax must be paid through electronic cash ledger or electronic credit ledger. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ത്രൂ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഓർ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. അപ്പം ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തിയെങ്കിൽ മാത്രമേ, ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിച്ച് ഇൻപുട്ട് ടാക്സിന്റെ പേയ്മെന്റ് നടത്തിയെങ്കിൽ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വരുന്ന ഒരു പേയ്മെന്റിനും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. Then it is mandatory to file all applicable GST returns. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് മാൻഡേറ്ററി, നിയമപരമായ ഒബ്ലിഗേഷൻ ആണ്. To file all applicable GST returns under section 27. സെക്ഷൻ 27 പ്രകാരമുള്ള എല്ലാ GST റിട്ടേൺസും ഫയൽ ചെയ്തിരിക്കണം. ലൈക്ക് GST 1, then 2, 2A, 6, 6A, 7 and 7A. ഈ പറയുന്ന എല്ലാ റിട്ടേൺസും ഫയൽ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. Then for goods which are received in lots, സാധനങ്ങൾ ലോട്ടായിട്ടാണ് റിസീവ് ചെയ്തിരിക്കുന്നതെങ്കിൽ one can claim ITC only after he has received the final lot. ലോട്ടായിട്ടാണ് സാധനങ്ങൾ റിസീവ് ചെയ്യുന്നതെങ്കിൽ അവസാനത്തെ ലോട്ടും കൂടി റിസീവ് ചെയ്തതിനു ശേഷം മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ്. ഒരു 10 കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾക്ക് ഇൻപുട്ട് ടാക്സ്, രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ then എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്, ഡോക്യുമെന്റ്സ് നീഡഡ് ഫോർ ITC ക്ലെയിമിംഗ്. അപ്പം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമായിട്ട് വരുന്നത്? ഇത് റൂൾ 36 ഓഫ് ദി ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റൂളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് സപ്ലയർ ഇഷ്യൂഡ് ഇൻവോയ്സ് ഫോർ സപ്ലൈങ് ദി സർവീസസ് ആൻഡ് ഗുഡ്സ് ഓർ ബോത്ത് അക്കോർഡിംഗ് ടു GST ലോ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്ത സപ്ലയർ ഇഷ്യൂ ചെയ്ത ഇൻവോയ്സുകൾ അത് ഹാജരാക്കിയിരിക്കണം. ആദ്യത്തെ ഡോക്യുമെന്റ് ആണ് സപ്ലയർ ഇഷ്യൂഡ് ഇൻവോയ്സസ് ഫോർ സപ്ലൈയിങ് ദി സർവീസ് ഓർ ഗുഡ്സ്. രണ്ടാമത് ഡെബിറ്റ് നോട്ട് ഇഷ്യൂഡ് ബൈ ദി സപ്ലയർ ടു ദി റെസിപ്പിയന്റ് ഇൻ കേസ് ഓഫ് ടാക്സ് പേയബിൾ ഓർ ടാക്സബിൾ വാല്യൂ as specified in the invoice is less than the tax payable or taxable value on such supplies. അപ്പം നമ്മൾ ആ ഇൻവോയ്സിൽ പറഞ്ഞിരിക്കുന്ന തുക കുറവാണ് എങ്കിൽ ആക്ച്വൽ ആയിട്ട് വരുന്ന വാല്യൂമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആവശ്യമായ ഡെബിറ്റ് നോട്ടുകൾ ഇഷ്യൂ ചെയ്യുകയും ആ ഡെബിറ്റ് നോട്ടുകൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. മൂന്നാമത്തെ ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് എൻട്രി. നാലാമത് a credit note or invoice which is to be issued by the ISD input service distributor according to GST invoice rules. GST invoice rules പ്രകാരം credit note നമ്മൾ സബ്മിറ്റ് ചെയ്യണം. credit note or invoice which is to be issued by the ISD input service distributor ഇഷ്യൂ ചെയ്യുന്ന credit note ഇൻവോയ്സോ ഉണ്ടായിരിക്കണം. then അഞ്ചാമത്തെ പോയിന്റ് ആണ് an invoice issued like bill of supply under certain situations. ചില സാഹചര്യങ്ങൾ എന്താണ്, ബിൽ ഓഫ് സപ്ലൈ വേണം നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ടാക്സ് ഇൻവോയ്സ്. ഇഫ് ദി amount is less than Indian national rupee 200, ഈ amount 200 രൂപയിൽ കുറവോ
or in conditions where the reverse charge are applicable according to GST law. ഇനി റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആയിരിക്കുന്ന കേസിലോ അല്ലെങ്കിൽ തുക 200 രൂപയിൽ കുറവോ ആണ് എങ്കിൽ ബിൽ ഓഫ് സപ്ലൈ ആയിരിക്കണം നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ ആണ് ആവശ്യമായ ഡോക്യുമെന്റ്. A supplier issued a bill of supply for goods and services or both as per the GST invoice rules. GST invoice rules പ്രകാരം bill of supply for goods and services supplier ഇഷ്യൂ ചെയ്തിരിക്കണം. പ്രധാനമായിട്ട് 6 ഡോക്യുമെന്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. Then the above documents prepared as per GST invoice rules. ഈ ഡോക്യുമെന്റുകൾ എല്ലാം തന്നെ GST invoice rules പ്രകാരം വേണം പ്രിപ്പയർ ചെയ്തിരിക്കാൻ. GST invoice rules പ്രകാരം പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു 6 ഡോക്യുമെന്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ജി എസ് ടി പ്രകാരം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രധാനമായിട്ട് 6 ഡോക്യുമെന്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ ക്യാപിറ്റൽ ഗുഡ്സ് വേർ ഡിപ്രീസിയേഷൻ ഈസ് ക്ലെയിം. ജനറൽ റൂള് പ്രകാരം ക്യാപിറ്റൽ ഗുഡ്സിന്റെ മേൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അതിനുള്ള അർഹതയില്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്? ഷാൽ നോട്ട് ബി അലൗഡ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അലോ ചെയ്യില്ല ക്യാപിറ്റൽ ഗുഡ്സിന്റെ മേൽ ഒരിക്കൽ നമ്മൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ. Where the registered person has claimed depreciation on the tax component of the cost of capital goods and plant and machinery under the provisions of the Income Tax Act 1961, the ITC shall not be allowed on the said tax component. A tax component in the mail input tax credit allowed അല്ല. നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. Mr. purchases capital goods, plant and machinery. ഇൻപുട്ട് ഇവിടെ എന്താ? ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. ഫോർ 5 lakhs. എ ഒരു 5 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ഗുഡ്സ് പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്യുന്നു. ആൻഡ് പേസ് ടാക്സ് 5% ഓൺ ദി ഇൻപുട്ട്. അപ്പം ഈ 5 ലക്ഷം രൂപയുടെ മേൽ ഇയാൾ 5% ഇൻപുട്ട് ടാക്സ് പേ ചെയ്തു. ഓൺ ദോസ് ഗുഡ്സ് ഹി ക്ലെയിം ഡിപ്രീസിയേഷൻ ഡിഡക്ഷൻ അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961. ഇനി ഇങ്ങനെ വാങ്ങി 5 ലക്ഷം രൂപ വാല്യൂ വരുന്ന ക്യാപിറ്റൽ ഗുഡ്സിന്റെ മേൽ എന്താ ക്ലെയിം ചെയ്തത്? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തു ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം. ദെൻ ദി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഷാൽ നോട്ട് ബി അലൗഡ് ടു ഹിം. അങ്ങനെ ഒരിക്കൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്യാപിറ്റൽ ഗുഡ്സിന്റെ മേൽ അവൈലബിൾ ആകില്ല. ഇനി ഇതിന് നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ടോ എന്ന് നോക്കാം. Time limit to avail the input tax credit, that is given in section 16 subsection 4. Time limit പറയുന്നുണ്ട്. ടൈം ലിമിറ്റ് പ്രധാനമായിട്ടും എന്താ പറയുന്നത്? ടൈം ലിമിറ്റ് ടു ക്ലെയിം ITC against invoice or debit note is earlier of the below dates. ഡെബിറ്റ് നോട്ടിന്റെ മേലോ അല്ലെങ്കിൽ ഇൻവോയ്സിന്റെ മേലോ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാനുള്ള ടൈം ലിമിറ്റ് താഴെ പറയുന്ന 2 ഡേറ്റുകളിൽ ആദ്യം ഏതാണോ വരുന്നതാണ്. The due date of filing GST return for September of the next financial year. അപ്പം നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങുന്നതിന്റെ അടുത്ത സാമ്പത്തിക വർഷത്തിലെ സെപ്റ്റംബറിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഫയലിംഗ് ദി ആനുവൽ റിട്ടേൺ ഓഫ് ദി റിലവന്റ് ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ, അല്ലെങ്കിൽ നമ്മൾ റിലവന്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണോ? ഇതിൽ ഏതാണോ ആദ്യം വരുന്ന ഡ്യൂ ഡേറ്റുകൾ എന്നാണോ? ഈ 2 ഡ്യൂ ഡേറ്റുകളിൽ ഏത് ഡ്യൂ ഡേറ്റ് ആണോ ആദ്യം വരുന്നത് അതിന് മുമ്പ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിരിക്കണം. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ XY കോർപ്പറേഷൻ buyer has a purchase invoice dated 8th July 2017. XY കോർപ്പറേഷൻ ഒരു ബയർ ആണ്. XY കോർപ്പറേഷന്റെ ഒരു പർച്ചേസ് ഇൻവോയ്സ് ഉണ്ട്. ഈ പർച്ചേസ് ഇൻവോയ്സിന്റെ ഡേറ്റ് എന്നാണ് 8th July 2017. 8th July 2017 വന്നു കഴിയുമ്പം അതിന്റെ ഫിനാൻഷ്യൽ ഇയർ എന്താണ്? 2017-18 വരും. 8th July 2017 വന്നു കഴിയുമ്പം ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ 2017-18. then wants to claim GST. അപ്പം XY കോർപ്പറേഷന്റെ കയ്യിൽ ഒരു പർച്ചേസ് ഇൻവോയ്സ് ഉണ്ട്. അതിന്റെ ഡേറ്റ് 8th July 2017 ആണ്.
that is for the financial year 2017-18 and wants to claim GST paid on that purchase. ഈ പർച്ചേസിന്റെ മേൽ നടത്തിയ പേയ്മെന്റിന്റെ മേൽ GST പേയ്മെന്റിന്റെ മേൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ താല്പര്യപ്പെടുന്നു. Then here time limit. എന്താണ് ഇതിന്റെ ടൈം ലിമിറ്റ്? The due date of filing GST return for September 2018. നെക്സ്റ്റ് ഫോർ സെപ്റ്റംബർ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 2017 വാങ്ങുന്നതിന്റെ സെപ്റ്റംബർ വന്നു കഴിയുമ്പോൾ 2018 സെപ്റ്റംബർ ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് GST റിട്ടേൺ ഫോർ സെപ്റ്റംബർ 2018 ബിലോങ്ങിങ് ടു ഫൈനാൻഷ്യൽ ഇയർ 2018-19. സെപ്റ്റംബർ 2018 വന്നു കഴിയുമ്പോൾ അതെന്താണ് 18-19 സാമ്പത്തിക വർഷത്തിലാണ് വരുന്നത്. ഈസ് 20th October 2018. അവിടെ ആ സെപ്റ്റംബർ 2018 ആണ്. 2018 റിട്ടേൺ ചെയ്യേണ്ട ഡേറ്റ് എന്താ? ഡ്യൂ ഡേറ്റ് വന്നിരിക്കുന്നത് എന്താണ്? 20th October 2018 ആണ്. ഡേറ്റ് ഓഫ് ഫയലിംഗ് GST ആനുവൽ റിട്ടേൺ ഫോർ ഫിനാൻഷ്യൽ ഇയർ 2017-18. ഇനി 2017-18 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് എന്നാണ്? ദാറ്റ് ഈസ് 31st December 2018. ആദ്യത്തെ ഡേറ്റ് വന്നിരിക്കുന്നത് 20th October 2018. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് വന്നിരിക്കുന്നത് 31st December 2018. വിച്ചെവർ ഇസ് ഏർലിയർ. ഇതിൽ ആദ്യം വരുന്ന ഏതാണ്? 20th October 2018 ആണ്. Then whichever is earlier will be the time period within which XY Corporation has to claim ITC. Therefore, the date is 20th October 2018. ഇവിടെ എന്താ ആദ്യം വരുന്ന ഡേറ്റ് 20th October 2018 ആണ്. And XY Corporation can claim this ITC in any of the months between July 2017 to September 2018. ജൂലൈ 2017 സെപ്റ്റംബർ 2018 വരുന്ന ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഏത് ദിവസം വേണമെങ്കിലും ഏത് ഡേറ്റിൽ വേണമെങ്കിലും ITC ക്ലെയിം ചെയ്യാം. Then ITC is not available or not to be claimed in the following cases under section 16 subsection 9. Section 16 subsection 9 പ്രകാരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക കേസുകളിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല. അത് ഇതിന്റെ എക്സെപ്ഷൻ ആയിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നതിന് എക്സെപ്ഷൻ ആയിട്ട് സെക്ഷൻ 16 സബ്സെക്ഷൻ 9 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. 1. ITC cannot be claimed for goods and services used for personal purpose. വ്യക്തിപരമായ ഉപയോഗത്തിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ മേൽ അല്ലെങ്കിൽ വ്യക്തിപരമായ ഉപയോഗത്തിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിന്റെയോ സർവീസിന്റെയോ മേൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല. 2. If you are acquired goods and service under a contract, ഒരു കോൺട്രാക്ടിന്റെ കീഴിലാണ് ഗുഡ്സ് ഓർ സർവീസ് അക്വയർ ചെയ്തിരിക്കുന്നത്, which results in construction of immovable property. ഒരു കോൺട്രാക്ട് പ്രകാരം ഗുഡ്സ് ഓർ സർവീസ് അക്വയർ ചെയ്തു. ഇങ്ങനെ അക്വയർ ചെയ്ത സാധനങ്ങൾ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കൺസ്ട്രക്ഷന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതർ ദാൻ പ്ലാന്റ് ആൻഡ് മിഷനറി. ഇനി ഇത് അതർ ദാൻ പ്ലാന്റ് ആൻഡ് മിഷനറി, പ്ലാന്റ് ആൻഡ് മിഷനറി ഒഴികെ മറ്റ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കൺസ്ട്രക്ഷന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ITC ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. പ്ലാന്റ് ആൻഡ് മിഷനറി ആണെങ്കിൽ ചില പ്രത്യേക കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ITC ക്ലെയിം ചെയ്യാം. Then the third condition, if you have paid tax on goods and services under GST composition scheme. എന്താ? കോമ്പസിഷൻ ലെവി സ്കീം പ്രകാരം GST പേ ചെയ്തിരിക്കുന്ന ഗുഡ്സിന്റെയോ സർവീസിന്റെയോ മേൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ in case of GST levied under composite tax scheme. കോമ്പസിഷൻ സ്കീം പ്രകാരം GST പേ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മേൽ ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. Then if goods and services have been used to build immovable property other than plant and machinery and such property is not transferred, പ്ലാന്റ് ആൻഡ് മെഷീനറി ഒഴികെ ബാക്കിയുള്ള സാധനങ്ങളുടെ കൺസ്ട്രക്ഷന് വേണ്ടിയാണ് ഇനി ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഇമ്മൂവബിൾ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എങ്കിൽ
ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ മേലും ITC ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല. Then next point, such goods and services which have been used by the employees for their personal consumption. എന്താ, എംപ്ലോയീസ് അവരുടെ വ്യക്തിപരമായ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയോ സർവീസുകളുടെയോ മേൽ പേ ചെയ്തിരിക്കുന്ന പർച്ചേസ് ടാക്സിന് ITC ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല. Then if depreciation has been claimed on the cost of capital goods, the capital goods ന്റെ മേൽ ഡിപ്രീസിയേഷൻ ഒരിക്കൽ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ then they are not eligible for input tax credit. ഇപ്പൊ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിയ ക്യാപിറ്റൽ ഗുഡ്സിന്റെ മേൽ ഒരിക്കൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ക്യാപിറ്റൽ ഗുഡ്സിന്റെ മേൽ ITC ക്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല. ഇത് ഇത്രയും കാര്യങ്ങൾ എന്താണ്, സെക്ഷൻ 16 സബ്സെക്ഷൻ 9 പ്രകാരം ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വി ഷാൽ ഡിസ്കസ് അബൌട്ട് അപ്പോർഷൻമെന്റ് ഓഫ് ക്രെഡിറ്റ്സ് ഓർ ബ്ലോക്ക് ക്രെഡിറ്റ്സ്. ബ്ലോക്ക് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്നെലിജിബിൾ ആണ്, ITCക്ക് ഇന്നെലിജിബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ് ഇന്നെലിജിബിൾ ITC. ആദ്യത്തേത് സെക്ഷൻ 17 തന്നിരിക്കുന്നത് അപ്പോർഷൻമെന്റ് ഓഫ് ക്രെഡിറ്റ്സ് ആൻഡ് ബ്ലോക്ക് ക്രെഡിറ്റ്സ് which is given under section 17. The section 17 subsection 1 which deals with supply used partly for the purpose of any business and partly for other purposes. ഒരു സപ്ലൈ തന്നെ അതിൻ്റെ ഒരു ഭാഗം ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു, ആ സപ്ലൈയുടെ തന്നെ മറ്റൊരു ഭാഗം മറ്റ് പർപ്പസിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. വാങ്ങുന്ന അല്ലെങ്കിൽ ഒരൊറ്റ ലോട്ടായിട്ട് സാധനങ്ങൾ വാങ്ങുന്നു, ഈ വാങ്ങുന്ന സാധനങ്ങളുടെ ഒരു ഭാഗം ബിസിനസ്സിന് വേണ്ടി വിനിയോഗിക്കുന്നു, അതിൻ്റെ മറ്റൊരു പോർഷൻ എന്താണ്, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്താ പറയുക, ITC അപ്പോർഷൻ ചെയ്യണം. ഇതിൻ്റെ അപ്പോർഷൻമെന്റ് ഏത് രീതിയിലായിരിക്കും? where the goods or services or both are used by the registered person partly for the purpose of any business, ഭാഗികമായിട്ട് ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു, and partly for other purposes. ഒരു രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ അയാൾ വാങ്ങുന്ന സാധനങ്ങൾ ഭാഗികമായിട്ട് ബിസിനസ് പർപ്പസിന് വേണ്ടിയും ഭാഗികമായിട്ട് മറ്റ് പർപ്പസിന് വേണ്ടിയുമാണ് വിനിയോഗിക്കുന്നതെങ്കിൽ ദി എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ഷാൽ ബി റെസ്ട്രിക്റ്റഡ്. അപ്പോൾ ITC ക്രെഡിറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദി എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഷാൽ ബി റെസ്ട്രിക്റ്റഡ് to so much of the input tax as is attributed to the purpose of his business. ഇപ്പോൾ എന്താ, ബിസിനസ് പർപ്പസിന് വേണ്ടി വിനിയോഗിച്ചിരിക്കുന്ന ആ പോർഷന് വേണ്ടി പേ ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് അതിൻ്റെ മേൽ മാത്രമേ ക്രെഡിറ്റ് ആപ്ലിക്കബിൾ ആകുന്നുള്ളൂ. ഏത് പോർഷനാണ്, ഇപ്പം നമ്മൾ 10,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങി, അതിലൊരു 5,000 രൂപ ബിസിനസ് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5,000 രൂപ സാധനങ്ങൾ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചു, ബാക്കി വരുന്ന മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഈ 5,000 രൂപയുടെ പർച്ചേസിൻ്റെ മേൽ പേ ചെയ്തിരിക്കുന്ന ടാക്സിന് മാത്രമേ ITC ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, മിസ്റ്റർ എക്സ് പർച്ചേസസ് ഗുഡ്സ്. ഇവിടെ പർച്ചേസ് എന്താ, ഇൻപുട്ടാണ്. ഇൻപുട്ട് ഫോർ ₹8 lakhs. എക്സ് ഒരു 8 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങുന്നു ആൻഡ് പേസ് ടാക്സ് ഇൻപുട്ട് അറ്റ് 5%. ഇതിൻ്റെ മേലെ എന്താണ്, 5% ഇൻപുട്ട് ടാക്സ് പേ ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. ദാറ്റ് കംസ് അറൌണ്ട് 40,000 ഓൺ ദാറ്റ് ഇൻപുട്ട്. അപ്പം 8 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് എക്സ് വാങ്ങുന്നത്, ഇതിൻ്റെ മേലെ 5% ഇൻപുട്ട് ടാക്സ് പേ ചെയ്തു, ഇത് 40,000 രൂപ വന്നു. ഹി യൂസ് 50% ഓഫ് ദി ഗുഡ്സ് ഫോർ സെല്ലിംഗ്. ഇങ്ങനെ 8 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അതിൻ്റെ 50% മറിച്ച് വിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. യൂസ്ഡ് ഇൻ ദി കോഴ്സ് ഓർ ഇൻ ഫർദറൻസ് ഓഫ് ഹിസ് ബിസിനസ്. 50% ഓഫ് ദി ഗുഡ്സ് പർച്ചേസ്. 4 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചത്. Then he used 50% of the goods for selling and remaining for his personal use. അപ്പോൾ 4 ലക്ഷം രൂപയുടേത് വിൽപ്പനയ്ക്കും ബാലൻസ് 4 ലക്ഷം
അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയും വിനിയോഗിച്ചു. ഈസ് എൻടൈറ്റിൽ ടു ക്ലെയിം 20,000 ആസ് ITC. ഇവിടെ 50% അല്ലെങ്കിൽ 4 ലക്ഷത്തിൻ്റെ മേൽ പേ ചെയ്ത 5% വെച്ച് പേ ചെയ്ത 20,000 രൂപ മാത്രമേ അയാൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അയാൾ വാങ്ങി 8 ലക്ഷം രൂപയുടെ സാധനങ്ങളിൽ 4 ലക്ഷം മാത്രമേ ബിസിനസ് പർപ്പസിന് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളൂ. ബാക്കി 50% വന്ന 4 ലക്ഷം പേഴ്സണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തപ്പോൾ പേഴ്സണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ മേൽ നടത്തിയിരിക്കുന്ന ഇൻപുട്ട് ടാക്സിന്റെ പേയ്മെന്റ് അല്ലെങ്കിൽ പർച്ചേസ് ടാക്സ് എന്ന അത് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല. സെക്ഷൻ 17 സബ്സെക്ഷൻ 1 ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സെക്ഷൻ എന്താ? സപ്ലൈ യൂസ് പാർട്ട്ലി ഫോർ ബിസിനസ് ആൻഡ് പാർട്ട്ലി ഫോർ എക്സംപ്റ്റഡ് സീറോ റേറ്റഡ് സപ്ലൈ. പാർട്ട്ലി ഫോർ ബിസിനസ് എന്ന് പറഞ്ഞാൽ പാർട്ട്ലി ഫോർ ടാക്സബിൾ സപ്ലൈയും പാർട്ട്ലി ഫോർ എക്സംപ്റ്റഡ് ഓർ സീറോ റേറ്റഡ് സപ്ലൈ അത് സെക്ഷൻ 17 സബ്സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്നത്. Where the goods or services or both are used by the registered person partly for effecting taxable supplies including zero rated supplies under this act or under the integrated goods and services tax. ഒന്നെങ്കിൽ IGST ആക്ട് പ്രകാരമോ CGST ആക്ട് പ്രകാരമോ then and partly for effecting exempted supplies. ഭാഗികമായിട്ട് എന്താണ് ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടിയും ബാക്കി ഒരു ഭാഗം പാർട്ട്ലി ഫോർ effecting exempted supplies under the said acts. The amount of credit shall be restricted so much of the input tax as is attributable to the said taxable supplies. ടാക്സബിൾ സപ്ലൈയുടെ മേൽ മാത്രമേ ഇത് ആട്രിബ്യൂട്ടബിൾ ആകുന്നുള്ളൂ, ഇൻക്ലൂഡിങ് സീറോ റേറ്റഡ് സപ്ലൈസ്. ഈ ടാക്സബിൾ സപ്ലൈക്കകത്ത് സീറോ റേറ്റഡ് സപ്ലൈയും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കും. സപ്ലൈ യൂസ് പാർട്ട്ലി ഫോർ ബിസിനസ് ആൻഡ് പാർട്ട്ലി ഫോർ എക്സംപ്റ്റഡ് സീറോ റേറ്റഡ് സപ്ലൈ. സീറോ റേറ്റഡ് സപ്ലൈയുടെ മേൽ കൊടുത്തിരിക്കുന്ന നടത്തിയിരിക്കുന്ന പേയ്മെന്റും ITC ക്ലെയിം ചെയ്യാനുള്ള അർഹതയുള്ളതാണ്. ഇത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 17 സബ്സെക്ഷൻ 2 ദെൻ വാല്യൂ ഓഫ് എക്സം സപ്ലൈ. എക്സം സപ്ലൈയുടെ വാല്യൂ നമ്മൾ എന്താ നോക്കുന്നത്? ദി വാല്യൂ ഓഫ് എക്സം സപ്ലൈ മെൻഷൻഡ് അബോവ് shall include supplies on which the recipient is liable to pay tax on reverse charge basis. So the value of exempt supply mentioned above നമ്മൾ ആ മുകളിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് സെക്ഷൻ 17 സബ്സെക്ഷൻ 2 പറഞ്ഞിരിക്കുന്ന exempt സപ്ലൈക്കകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന എന്തൊക്കെയാണ്? The value of exempt supply mentioned above or the value of exempt supply mentioned under section 17 subsection 2 shall include supplies on which the recipient is liable to pay tax on reverse charge basis. റിവേഴ്സ് ചാർജ് ബേസിസിൽ എന്താണ്? റെസിപ്പിയന്റ് തന്നെയാണ് ടാക്സ് പേ ചെയ്യുന്നത്. then transaction securities, sale of land and building as per paragraph 5 of schedule 2. പാരഗ്രാഫ് 5 of schedule 2 പറഞ്ഞിരിക്കുന്നത് ഇത് എന്താണ്? വാല്യൂ ഓഫ് എക്സം സപ്ലൈ ആണ്. then ineligible ITC or block credit as per section 17 subsection 5, ITC shall not be available in respect of the following cases. സെക്ഷൻ 17 സബ്സെക്ഷൻ 5 പ്രകാരം കുറേയേറെ സാഹചര്യങ്ങളിൽ കുറേയേറെ കേസുകളിൽ ITCയുടെ ക്ലെയിം ആപ്ലിക്കബിൾ അല്ല. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എ, മോട്ടോർ വെഹിക്കിൾസ് ആൻഡ് അതർ കൺവെയൻസ് എക്സെപ്റ്റ് വെൻ ദേ ആർ യൂസ്ഡ്. മോട്ടോർ വെഹിക്കിൾസും മറ്റ് കൺവെയൻസും except when they are used for making the following taxable supplies. ഈ ടാക്സബിൾ സപ്ലൈസിന് വേണ്ടി ആണെങ്കിൽ അതിൻ്റെ മേൽ ITC ക്ലെയിം ചെയ്യാം. For making the following tax, namely further supply of such vehicles or conveyances. നമ്മൾ ജനറലി പറഞ്ഞ എന്താ? മറിച്ച് വിൽക്കുന്നതിന് വേണ്ടിയാണ് മോട്ടോർ വെഹിക്കിൾസോ മറ്റ് കൺവെയൻസ് ഫെസിലിറ്റീസോ വാങ്ങുന്നതെങ്കിൽ മറിച്ച് വിൽക്കുന്നതിന് വേണ്ടി ആണെങ്കിൽ അതിൻ്റെ മേൽ ITC ക്ലെയിം ചെയ്യാം. മറിച്ച് വിൽക്കുന്നതിന് വേണ്ടി അല്ല, പേഴ്സണൽ യൂസിന് വേണ്ടിയോ ബിസിനസ് യൂസിന് വേണ്ടിയോ ആണെങ്കിൽ അതിൻ്റെ മേൽ ITC ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ്, then for transportation of passengers, പാസഞ്ചേഴ്സിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയാണെങ്കിൽ അത് ബിസിനസ് ആണ്, അതിൻ്റെ മേൽ ITC ക്ലെയിം ചെയ്യാം.
imparting training or driving, flying, navigating such vehicles or conveyances. ഇതെല്ലാം എന്താ പാർട്ട് ഓഫ് ദി ബിസിനസ് ആണ്. ഇപ്പൊ ഈ പർപ്പസിനൊക്കെ വേണ്ടിയാണ് മോട്ടോർ വെഹിക്കിൾസോ മറ്റ് കൺവെയൻസ് മീൻസോ വാങ്ങുന്നെങ്കിൽ അതിൻ്റെ മേൽ ITC ക്ലെയിം ചെയ്യാം. മറ്റ് പർപ്പസുകൾക്ക് വേണ്ടിയാണ് മോട്ടോർ വെഹിക്കിൾസോ കൺവെയൻസ് മീൻസോ വാങ്ങുന്നെങ്കിൽ കരസ്ഥമാക്കുന്നെങ്കിൽ ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇത് സെക്ഷൻ 17 സബ്സെക്ഷൻ 5 പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, അത് ബിസിനസ് ആണ്. സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയാണ് വെഹിക്കിൾസ് വാങ്ങുന്നതെങ്കിൽ അത് അയാളുടെ ബിസിനസിന്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ മേൽ നടത്തുന്ന പേയ്മെന്റ് ക്ലെയിം ചെയ്യാം. ദെൻ ബി ഫോർ ദി ഫോളോയിങ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്, ഇതിന്റെ മേൽ ITC ആപ്ലിക്കബിൾ അല്ലെന്നാണ്, ക്ലെയിം ചെയ്യില്ല പറഞ്ഞിരിക്കുന്നത്. ഫുഡ് ആൻഡ് ബിവറേജസ്, ഔട്ട്ഡോർ കേറ്ററിംഗ്, ബ്യൂട്ടി ട്രീറ്റ്മെന്റ്, ഹെൽത്ത് സർവീസസ്, കോസ്മെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജറി, എക്സെപ്റ്റ് വെയർ an inward supply of goods or service or both of a particular category is used by a registered person for making an outward taxable supply of the same category of goods or services or both, or as an element of a taxable composite or mixed supply. ഇതിന്റെ മേൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫുഡും ബിവറേജസും കേറ്ററിങ്ങിന് വേണ്ടിയൊക്കെയുള്ള സാധനങ്ങൾ, ബ്യൂട്ടി ട്രീറ്റ്മെന്റിന് വേണമെങ്കിൽ ഇത് ഔട്ട്വേർഡ് സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല എങ്കിൽ, ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ, ഈ സച്ച് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ദി ബിസിനസ്, ദെൻ ITC ക്ലെയിം ബി ക്ലെയിം. ബിസിനസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ITC ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല. ദെൻ രണ്ടാമത് പറയുന്നത് എന്താ, മെമ്പർഷിപ്പ് ഓഫ് എ ക്ലബ്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സെന്റർ, ഇതിനും ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ദെൻ റെന്റ് എ ക്യാബ്, ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്, ഇതിന്റെ മേലൊന്നും ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ദെൻ ട്രാവൽ ബെനിഫിറ്റ്സ് എക്സ്റ്റെൻഡഡ് ടു എംപ്ലോയീസ് ഓൺ വെക്കേഷൻ സച്ച് ആസ് ലീവ് ഓർ ഹോം ട്രാവൽ കൺസെഷൻ, ജോലിക്കാർക്ക് കൊടുക്കുന്ന ട്രാവൽ ബെനിഫിറ്റ്സിന്റെ മേൽ അല്ലെങ്കിൽ ട്രാവൽ കൺസെഷന്റെ മേൽ ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി സി പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ഒരു കണ്ടീഷനാണ്. സി വർക്ക് കോൺട്രാക്ട് സർവീസസ് വെൻ സപ്ലൈഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. വർക്ക് കോൺട്രാക്ട് സർവീസുകൾ when supplied for construction of an immovable property other than plant and machinery. ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഒരു എക്സംഷൻ ഉണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ മേൽ സാധാരണഗതിയിൽ ITC ക്ലെയിം ചെയ്യാം, എക്സെപ്റ്റ് വേർ ഇറ്റ് ഈസ് an input service for further supply of works contract service. അപ്പം ഒരു ഫർദർ സപ്ലൈ ഓഫ് വർക്ക് കോൺട്രാക്ട് സർവീസിന്റെ ഭാഗമായിട്ടാണ് വർക്ക് കോൺട്രാക്ട് സർവീസിന്റെ സപ്ലൈയുടെ മേൽ ടാക്സ് പേ ചെയ്തിരിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്തിരിക്കുന്ന പേയ്മെന്റിന്റെ മേൽ ITC ക്ലെയിം ചെയ്യാം. ഇതൊരു ഫർദർ സപ്ലൈയുടെ ഭാഗമല്ല എങ്കിൽ ആ വർക്ക് കോൺട്രാക്ടിന്റെ മേൽ നടത്തിയിരിക്കുന്ന പേയ്മെന്റിന് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ഫർദർ സപ്ലൈ ഓഫ് വർക്ക് കോൺട്രാക്ട് സർവീസ് വന്നു കഴിയുമ്പോൾ അത് പാർട്ട് ഓഫ് ബിസിനസ് ആയിട്ട് മാറി. ബിസിനസ് പർപ്പസിന് വേണ്ടിയാണ് ഇത് കരസ്ഥമാക്കുന്നതെങ്കിൽ ITC ക്ലെയിം ചെയ്യാം. ദെൻ ഗുഡ്സ് ആൻഡ് സർവീസസ് or both received by a taxable person for construction of an immovable property other than plant and machinery. ഇവിടെ എല്ലാം എന്താ, കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായിട്ട് വന്നു കഴിയുമ്പോൾ അവിടെ എല്ലാം അതർ ദാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഈ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് എല്ലാ കേസിലും തന്നെ എക്സെപ്ഷൻ വരുന്നുണ്ട്. ഓൺ ഹിസ് ഓൺ അക്കൗണ്ട് ഇൻക്ലൂഡിംഗ് വെൻ സച്ച് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ആർ യൂസ്ഡ് ഇൻ ദി കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. അപ്പം ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് റിസീവ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ for construction of an immovable property. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഒരു ബിസിനസ്മാൻ അയാളുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഭാഗമായിട്ട് ഫോർ ദി പർപ്പസ് ഓഫ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കൺസ്ട്രക്ഷന് വേണ്ടിയാണ് ഗുഡ്സോ സർവീസോ അക്യൂർ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ആ ഗുഡ്സോ സർവീസിന്റെ മേൽ നടത്തിയിരിക്കുന്ന ടാക്സ് പേയ്മെന്റ് ITC ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. കാരണം അത് ബിസിനസിന്റെ ഭാഗമായിട്ടല്ല. ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഒരു ട്രേഡർ അയാളുടെ ബിസിനസിന്റെ ഭാഗമായിട്ടല്ല ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി ഇയാളൊരു റിയൽ എസ്റ്റേറ്റ് ലീഡറാണ്, ബിൽഡിങ് കൺസ്ട്രക്ട് വിൽക്കുന്ന ആളാണെങ്കിൽ അതിന്റെ മേൽ ITC ക്ലെയിമിന് എലിജിബിലിറ്റി ഉണ്ടാകും. അല്ലാതെ വരുന്ന ഒരു കേസിലും കൺസ്ട്രക്ഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മേൽ ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല.
Then goods or service or both on which tax has been paid under section 10. Section 10 പ്രകാരം ഗുഡ്സിന്റെ മേലോ സർവീസിന്റെ മേലോ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. F. Goods or service or both received by a non-resident taxable person except on goods imported by him. Goods or services or were received by a non-resident taxable person except on goods imported by him. P. Import ചെയ്തിരിക്കുന്ന ഗുഡ്സിന്റെ മേൽ ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. Goods or service or both received by non-resident taxable person. Non-resident taxable person ആണെങ്കിൽ അവരെ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ മേൽ ITCയുടെ ക്ലെയിം പോസിബിൾ ആണ്. Then next point, goods or service or both used for personal consumption. വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഉപയോഗത്തിന് വേണ്ടി പേഴ്സണൽ കൺസംഷന് വേണ്ടി വാങ്ങുന്ന സാധനങ്ങളുടെ മേൽ നടത്തുന്ന ഒരു പേയ്മെന്റിനും ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ITC ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഇൻപുട്ട് ടാക്സ് ഷുഡ് ബി പെയ്ഡ് ഓർ പർച്ചേസ് ടാക്സ് ഷുഡ് ബി പെയ്ഡ്. എന്തിനു വേണ്ടിയാ? ഗുഡ്സ് ഓർ സർവീസസ് അക്വയർഡ് ഫോർ ദി പർപ്പസ് ഓഫ് ഫർദർ ബിസിനസ് അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് ബിസിനസ് ഓർ ഇൻ ഫർദറൻസ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഭാഗമായിട്ട് അക്വയർ ചെയ്യുന്ന ഗുഡ്സിന്റെ സർവീസിന്റെ മേൽ മാത്രമേ ITC ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. Then goods lost, stolen, destroyed, written off or disposed of by way of gift or free samples. ഈ സാധനങ്ങളുടെ മേലൊന്നും ITC ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. നഷ്ടപ്പെട്ടു പോയി കുറെ സാധനങ്ങൾ, അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടു, ഏതെങ്കിലും രീതിയിൽ ഡിസ്ട്രോയ് ചെയ്തു, നശിപ്പിക്കപ്പെട്ടു പോയി, റൈറ്റ് ഓഫ് ചെയ്തു, ഡിസ്പോസ്ഡ് ഓഫ് ബൈ വേ ഓഫ് ഗിഫ്റ്റ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും സമ്മാനമായിട്ട് കൊടുത്തു, ഗിഫ്റ്റായിട്ട് കൊടുത്തു, ഫ്രീ സാമ്പിൾസ് ആയിട്ട് കൊടുത്തു. ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളുടെ മേലും ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. Then any tax paid in accordance with the provisions of section 74, then 129 and 130. Any tax paid in accordance with the provisions of section 74, section 74, section 129, section 130 പ്രകാരം നടത്തിയിരിക്കുന്ന ഒരു ടാക്സ് പേയ്മെന്റിന്റെ മേലും ITC ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെല്ലാം തന്നെ എന്താണ്? നമുക്ക് ബ്ലോക്ക് ITC ആണ്, ഇൻഎലിജിബിൾ ITC, ബ്ലോക്ക് ക്രെഡിറ്റ്. ITC ക്രെഡിറ്റ് ഒരു കാരണവശാലും ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത് സെക്ഷൻ 17 സബ്സെക്ഷൻ 3 വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.